കൈവിട്ടുപോയ ഒരു ആരോപണത്തിന്റെ ഊരാക്കുടുക്കിലാണ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ശശി തരൂർ. പണം നൽകി വോട്ട് വാങ്ങുന്നു എന്ന ആരോപണത്തിൽ തരൂരിനെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി NDA ശക്തമായ ആയുധമാക്കുമ്പോൾ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ടിനു വേണ്ടി വോട്ടർമാർക്കും സമുദായ നേതാക്കൾക്കും പണം നൽകുന്നു എന്നായിരുന്നു ശശി തരൂരിന്റെ ആരോപണം. ഒരു വാർത്താ ചാനലിന് അനുവദിച്ച അഭിമുഖം വിവാദമായി. രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കേട്ടറിവ് മാത്രമായിരുന്നു ആരോപണമെന്ന് ശശി തരൂർ തിരുത്തി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ കേട്ടത് ഇങ്ങനെ പറയാതിരിക്കാൻ സാധിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞു, ഒരേ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, തെളിവില്ലെന്ന് പറഞ്ഞ കമ്മീഷൻ തരൂരിനെ താക്കീത് ചെയ്തു. അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതിൽ ചാനലിനും വിലക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ ഉദ്ദേശിച്ചല്ല ആരോപണം ഉന്നയിച്ചതെന്ന തരൂരിന്റെ വാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന സത്യ നുണ പറയാ, എന്നിട്ട് നുണേനെ എക്സ്പോസ് ആവുമ്പോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, കാശ് കൊടുക്കുന്നുണ്ട്. കള്ളം പറയാനോ ഞാനോ? കാശ് കൊടുക്കും, ആരൊക്കെ കാശ് കൊടുക്കുന്നെന്ന് ചോദിച്ചാ അല്ല ഞാൻ അത് പറഞ്ഞില്ല. ഇത് ആർക്കാ പഠിപ്പിച്ചു കൊടുക്കും? വെറുതെ ചിരിപ്പിക്കരുത്. നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയാണ് ശശി തരൂർ. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരമില്ല. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. മറ്റേ സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ സന്ദേശമാണ് ജനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടത്. അങ്ങനെയല്ലേ അത് കോൺഗ്രസ് അവരുടെ ഒരു DNA യിലാണ്. ഒന്ന് പറയും, പിന്നെ പച്ചയാ ചാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കണ